ഹലോ ഗൈസ്, ഇന്നൊരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ നിന്ന് BA എക്കണോമിക്സിലെ സ്റ്റുഡൻസിൻ്റെ IV ആണിന്ന്. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ 4:30 ഇറങ്ങി വാപ്പയാണ് എന്നെ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ 5 മണിയാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നാണ് മിസ്സ് പറഞ്ഞേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 45 സ്റ്റുഡൻസ് ആണുള്ളത്. പിന്നെ ഫ്രാൻസിസ് സാറും നീരജ മിസ്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ബെൻലി മിസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ് മിന്നിത്തിടങ്ങിയിട്ട് ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ബസ്സിനകത്ത് കയറി. ഫുള്ള് ലൈറ്റും സ്മോക്കൊക്കെ ആയിട്ട് ബസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് മൂന്നാറിലേക്കാണ് കേട്ടോ. അങ്ങനെ കോതമംഗലത്തിൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഒന്ന് പുറത്തുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ നമ്മളെ കോളേജ് ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് തരുന്നത് തന്നെ ഇതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ചെയ്യാപ്പാറയിൽ എത്തിയപ്പോഴേക്കും അവിടുത്തെ വാട്ടർഫോളിൻ്റെ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഫ്രണ്ട്സായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കോളേജ് ലൈഫിൽ ഇതൊക്കെ തന്നെയല്ലോ ബെസ്റ്റ്. എൻജോയ് ചെയ്യേണ്ട സമയം നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യാം. അതിന് അടിമാലി എത്തിയപ്പോഴേക്കും നമ്മൾ ജന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് ശേഷം പിന്നെ എല്ലാവരും അങ്ങ് പവറായി. പാട്ടും ഡാൻസും എല്ലാവരും അവരവരുടെ കഴിവുകളൊക്കെ ഇല്ലാത്ത കഴിവുകളൊക്കെ എല്ലാവരും പുറത്തേക്ക് എടുക്കുന്ന ഒരു സമയമായിരുന്നു അത്. എല്ലാവരും അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ മൂന്നാറിലേക്ക് നമ്മൾ എത്തി. മൂന്നാറിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾക്ക് ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രസമായിരുന്നു. ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരം തന്നെയായിരുന്നു. നമ്മൾ എത്ര വട്ടം മൂന്നാറിൽ പോയെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യൂ നമുക്ക് എന്നും പ്രധാനപ്പെട്ട തന്നെയാണല്ലേ. അതുപോലെ തന്നെ അവിടെ നല്ല കോടമഞ്ഞ ഉണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ മഴയും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോണത് ടീ ഫാക്ടറിയിലേക്കാണ്. അവിടെയാണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ടീ ഫാക്ടറിയിലെത്തി. അവിടെ എത്തിയ ശേഷം അകത്തുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഞങ്ങളുടെ ക്ലാസ് റൂട്ടറാണ് ഫ്രാൻസിസ് സാറാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ മെയിൻ. നല്ല കമ്പനിയാണ് കേട്ടോ സാർ. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് ചൂട് ചോറും സാമ്പാറും അതുപോലെ തന്നെ കൂട്ടുകറിയും കേബേജ് വറവും അച്ചാറും ചിക്കൻ പൊരിച്ചതായിരുന്നു ഉണ്ടായത്. സംഭവം നമ്മുടെ മനസ്സും വയറും ഒക്കെ അവർ നിറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. ഞങ്ങളുടെ ടീം മൊത്തം താഴേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ തന്നെ ഇന്ന് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോവാണ്. മഴ പെയ്ത് കാരണം നന്നായിട്ട് സ്ലിപ്പാവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പയ്യെയാണ് പോകുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നല്ല മഴയൊക്കെ കൊണ്ടിട്ട് നേരെ തിരിച്ചത് കുണ്ടല ഡാമിലേക്കാണ്. ഞങ്ങൾ പോണെടുത്ത് ഞങ്ങളെ മഴ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഈ ഡാമിൻ്റെ ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു മഴയും കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടിട്ട് പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിത് 2ാമത്തെ വട്ടമാണ് കേട്ടോ മൂന്നാറിലേക്ക് വരുന്നത്. ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ തന്നെ കയറി. എല്ലാവരും ഫുൾ പവറിലായിരുന്നു. മൂന്നാറിലെ നൈറ്റ് വ്യൂ കിടിക്കാച്ചയായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നൈറ്റത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്നത് ജന്ന റെസ്റ്റോറൻറ്റിനാണ്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് മന്തിയായിരുന്നു, അൽഫാം മന്തി. പേഴ്സണലി എനിക്ക് മന്തി അത്രയ്ക്ക് നന്നായിട്ട് തോന്നിയില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണ് തോന്നുന്നത് എല്ലാവരും ബസ്സിൽ കിടന്ന് ഉറങ്ങി. അങ്ങനെ തൃപ്പൂരിനകത്ത് എത്താറായെന്ന് പറഞ്ഞപ്പോഴേക്കും അനശ്വര അവിടെ ഇറങ്ങുകയാണ്. കാരണം അവളുടെ വീട് അവിടെയാണ്. അപ്പം അങ്ങനെ ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അങ്ങനെ ഫൈനലി നമ്മൾ കോളേജിൽ എല്ലാവരും എത്തി, ബസ്സിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ട്രിപ്പ് നന്നായിട്ട് പോയി. അപ്പം എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എല്ലാവരുടെയും പാരൻസൊക്കെ വന്നിട്ടുണ്ടായി. എന്നെ കൂട്ടാൻ വാപ്പ തന്നെയാണ് വന്നത്. നമ്മൾ എറണാകുളത്ത് എത്തിയപ്പോഴേക്കും 1 മണിയായിട്ടുണ്ടായി. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും 1:30 കഴിഞ്ഞു. എനിക്ക് ഇവിടുന്ന് ഒരു 30 മിനിറ്റുള്ള ദൂരമേ ഉള്ളൂ കോളേജിൽ നിന്ന് കേട്ടോ. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ IV ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോയി വന്ന് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത്. കോളേജ് ലൈഫിലായാലും സ്കൂൾ ലൈഫിലായാലും നമ്മൾ ഇതുപോലുള്ള മെമ്മറീസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതൊന്നും നമ്മൾ ആരും ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൂന്നാർ IV ട്രിപ്പ്. അപ്പം നിങ്ങളും ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.